വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു മിന്ത്ര ഹാളാണെന്ന് ഞാൻ പറയില്ല, ബിക്കോസ് മിന്ത്ര ആമസോൺ ലുലു ഹാളാണ്. അതായത് കുറച്ച് കുർത്തീസാണ് നമ്മളിന്ന് കാണിച്ചിട്ടുണ്ട്. കുർത്തിയാണെന്ന് എനിക്ക് പറയാൻ ഡൗട്ട് ഗൈസ്. കാരണം ഷോൾ ഇല്ലെങ്കിൽ കുർത്തയെന്നും ഷോൾ ഉണ്ടെങ്കിൽ കുർത്തി എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ കുർത്തയെന്നും പെണ്ണെ കുർത്തി എനിക്കറിയത്തില്ല. നിങ്ങളൊന്നും എനിക്ക് ക്ലിയർ ചെയ്താണ് അറിയാമെന്നുള്ളവർ. അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ഇപ്പം എൻ്റെ കുറച്ച് നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ ചുരിദാർ ടോപ്പ് സെക്ഷനാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ കാരണം റീസെൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഷോർട്സിൽ ലിങ്ക് കൊടുക്കുക ഒരു നിവർത്തിയില്ല, കാരണം ഷോർട്സിൽ ലിങ്ക് എടുക്കത്തില്ല. അപ്പം ഞാൻ ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ ലോങ് വീഡിയോയിൽ മാത്രം ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മുടെ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് റീസെൻ്റ് ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കാണിച്ചാൽ റീസെൻറ്റ് ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്താ പറയുക ഒരു PH ലിപ്പ് ഗ്ലോസ് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേർക്ക് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് ഈ അക്കലോജിക്കയുടെ എൻ്റെ പൊന്നെ ചിമിട്ട സാധനം യൂസ് ചെയ്യാം. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അക്കലോജിക്കയുടെ LIPH ഗ്ലോസ് ആണ്, ലിപ് ഗ്ലോസ് ആണ്. 2 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പീച്ച് വാനില എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സ്ട്രോബെറി ഹൈറലോണിക് ആസിഡ് ആണ് വരുന്നത്. ഭയങ്കര ഒരു യൂണീക്ക് കളറാണ്, ഗ്ലോസി ഫിനിഷ് ആണ്, ഹൈഡ്രേറ്റിംഗ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ലോങ് വിയർ ആണ്. ആൻഡ് ദ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇതിനൊരു ബിസ്ക്കറ്റി ഫ്രാഗ്രൻസ് ആണ്. സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ലിപ്സ് കിട്ടും. നിങ്ങൾ സത്യം പറയാമല്ലോ, ഇത് ഇട്ടുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ ഈ ലിപ് ഗ്ലോസ് ഒക്കെ കുറേ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ പോലും ഗായ്സ് ഈ സാധനം ഈ കളർ ഇതേ കണക്ക് ചുണ്ടിൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഷെയ്ഡ്സിലാണ് വരുന്നത്. ഒന്ന് വാട്ടർമെലോൺ സ്ലൈസിലൂടെ വരുന്നുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിനേക്കാളും ഇഷ്ടം എനിക്ക് വാട്ടർമെലോൺ ആണ്. എനിക്ക് കുറച്ചുകൂടെ ഡാർക്കാണ് ഇഷ്ടം. ആൻഡ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർമെലോൺ സ്ലൈസ് ആണ്. ആൻഡ് ഇത് സൂപ്പർവാണ്. ആൻഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് IFRA സർട്ടിഫൈഡ് ആണ്. ആൻഡ് അലർജൻസ് ഫ്രീ ഫ്രാഗ്രൻസ് ആണ്, വീഗൻ ആണ്, ക്ലീൻ ആണ്, സൾഫേറ്റ്സ് ഇല്ല, പാരബൻസ് ഇല്ല, മിനറൽ ഓയിൽസ് ഇല്ല. പിന്നെ നിങ്ങൾ ഗംഗ 20 എന്നുള്ള കോഡ് ടൈപ്പ് എടുത്താൽ നിങ്ങൾക്ക് 20% ഓഫും കിട്ടും വെബ്സൈറ്റിൽ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അത്ര സൂപ്പർവായിട്ടുള്ള പ്രോഡക്റ്റാണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നോൺ സ്റ്റിക്കി ആണ്. ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ടിട്ട് ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന ഈ ഒരു ഫ്ലോറൽ ഫ്ലോറൽ ഷിഫോൺ ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലോറൽ ഷിഫോൺ കുർത്തയാണ്. ആൻഡ് വി നെക്കാണ് വരുന്നത്. ആൻഡ് സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് ഒന്നുമില്ല, പക്ഷെ ഇതിൽ ലൈനിങ് വരുന്നുണ്ട്. നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷൻ വരെ ഇതിൽ ലൈനിങ്, നെക്ക് മുതൽ അല്ലെങ്കിൽ ഷോൾഡർ മുതൽ വേസ്റ്റിൻ്റെ പോർഷൻ വരെ ലൈനിങ് വരുന്നുണ്ട്. അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒന്നാണ്. ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 420 ആണ്, 420 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഭയങ്കര സിമ്പിളാണ് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു റിച്ച് ലുക്കൊക്കെ കിട്ടും. റിച്ചൊക്കെ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ അറിയത്തില്ലേ റിച്ച് ലുക്ക് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളെ കാണാൻ തന്നെ ഭയങ്കര ഒരു ക്ലാസിക് സ്റ്റൈലിൽ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് അടിപൊളി ഡ്രസ്സാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഡ്രസ്സ്. സത്യം എനിക്ക് പറയാതിരിക്കാൻ അത്ര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുഞ്ഞ് സിൽവർ സ്ട്രിങ് ഇത് കൂടെ പോയിട്ടുണ്ട്. സൂപ്പർ ഡ്രസ്സാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് ജീൻസുമായിട്ട് പെയർ ചെയ്യാം, ലെഗിൻസുമായിട്ട് പെയർ എന്തോടെ വേണം. ഞാൻ ജീൻസുമായിട്ടാണ് പെയർ ചെയ്തത്. അപ്പം നമ്മുടെ വയറിൻ്റെ അവിടുത്തെ കുറച്ച് പോർഷൻ നമുക്ക് ഇതേപോലെ സ്കിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഒപ്പേക്ക് ആയിട്ടുള്ള ഡ്രസ്സാണ്. അതായത് വേസ്റ്റിന് ശേഷം അങ്ങോട്ട് ഫുൾ ട്രാൻസ്പാരൻ്റ് ആണ്. അതായത് നെറ്റോ ലൈനിങ് ഒന്നുമില്ല. അതായത് ഇതേപോലെ ലൈനിങ് ഒന്നുമില്ല. ഭയങ്കര അടിപൊളിയാണ്. ബ്ലാക്ക് ഫ്ലോറൽ, വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല, ഇത് മാത്രമാണ്. സൂപ്പർവാണ്. 420ക്ക് ഇത് സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. കാരണം ഇതിൻ്റെ സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം പ്രത്യേകിച്ച് ഇതിനകത്ത് ലൈനിങ്ങോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ ഷിഫോണും നല്ല കംഫർട്ടാണ്. നമുക്ക് ഈ ചൂട് കാലത്ത് വിൻ്റർ എന്ന് സമ്മർ ടൈമിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. ആക്ച്വലി നമുക്കിവിടെ വിൻ്റർ എന്ന് പറയാൻ പറ്റും. നമുക്കിവിടെ രാവിലെ വെളുപ്പാങ്കാലത്ത് വിൻ്ററും രാത്രിയും വിൻ്ററാണ്. അല്ലാതെ നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് കൊട്ട സമ്മറാണ് ഗൈസ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഉച്ചക്കൊക്കെ ഞാൻ ഇതിനകത്ത് പുഴുവരിച്ച നിമിഷവും പുഴു കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. സീരിയസ്ലി ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ, കോളേജിലൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ട് 10 മൊണായിട്ട് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഒരു യെല്ലോ കളർ ഡ്രസ്സാണ്. ഈ ലൈറ്റിൻ്റെ നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റായിട്ട് തോന്നും, പക്ഷെ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു യെല്ലോ ആൻഡ് വൈറ്റ് പ്യുവർ കോട്ടൺ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള കുർത്തയാണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്ക് വന്നിട്ട് ഇതേപോലെ ഒരു വി അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡീപ്പായിട്ടുള്ള ഒരു വി നെക്കാണ്. കറക്റ്റ് വി അല്ല, ജസ്റ്റ് ഒരു എന്തൊക്കെയോ ഒരു മൊണാൾട്ട് നെക്കാണ്. സീരിയസ്ലി പറയാനല്ലോ ഇത് ഇട്ട് കാണാൻ അടിപൊളിയാണ്. എനിക്ക്
നമ്മൾ ചില ഡ്രസ്സുണ്ട് നമ്മളിങ്ങനെ പേക്കോലം കണക്കിന്, പേക്കോല മീൻസ് കുളിക്കുക നനയ്ക്ക് ഒരുങ്ങാതെ ഇരുന്ന്, അപ്പോൾ ഇൻ കേസ് നമുക്കൊരു ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ഗ്ലാമർ ആക്കണ കുറച്ച് ഡ്രസ്സുണ്ട്. ആ ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 515 ആണ്. 515 രൂപയാണ് ഞാൻ വാങ്ങിച്ച സമയത്തിൻ്റെ റേറ്റ്. ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 543 രൂപയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ലീവ്ലെസ് ആണ്, സ്ലീവ്സ് അറ്റാച്ച്ഡ് അല്ല. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അത്ര കിടിലമാണ്, അത്ര കിടിലം. മസ്റ്റ്. ഇത് ഒരുപാട്. ആൻഡ് ഈ ഒരു ബ്രാൻഡ് വന്നിട്ട് ANAYNA അനൈന എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അനൈന പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രാൻഡിന് ഒരുപാട് ഇതണക്കത്തെ കുർത്തീസുണ്ട്. ആൻഡ് ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത്. നെക്ക് വന്നിട്ട് സ്വീറ്റ് ഹോട്ട് നെക്ക് എന്നവർ പറയുന്നുണ്ട്. ഫ്ലോറൽ പ്രിന്റ് ആണ്, കോട്ടൺ ആണ് വരുന്നത്. സീരിയസ്ലി ഇത് വിന്റർ ഡ്രസ് ഒന്നുമല്ല, സമ്മർ ടൈമിൽ ഇട്ട് പൊളിക്കാനുള്ള ഡ്രസ്സാണ്. ഞാനിത് എസ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്ന കോളേജ് പിള്ളേരാണ്. സീരിയസ്, നിങ്ങൾ കോളേജിൽ ഇതൊക്കെ ഇട്ടിട്ടോണ്ട് പോയാണ്ടല്ല, നിങ്ങൾ പോണവരും വരണവരൊക്കെ നിങ്ങളിങ്ങനെ അങ്ങനെ നോക്കും ഗൈസ്, ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും നോക്കുക. കാരണം ഇപ്പം നമ്മൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ റിച്ചോ പുവറോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയോ റിച്ചോ പുവറോ ഒന്നുമല്ല, നമ്മളുള്ള ഡ്രസ്സ് തേച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടുകൊണ്ട് പോകുമ്പം തന്നെ നമുക്ക് നല്ലൊരു റിച്ച് ലുക്ക് കിട്ടും. ഒരിക്കൽ എനിക്ക് വന്നൊരു കമൻറ്റാണ്, എങ്ങനെ കിടന്ന ഒരാളാണ് ഇപ്പം നോക്ക് അവളെ ഡ്രസ്സ് കണ്ടില്ല. ആക്ച്വലി ആ വീഡിയോയിൽ ഞാനൊരു കുർത്തയാണ് ഇട്ടിരുന്നത്, സ്ലീവ്ലെസ് കുർത്ത. അപ്പം അതിൽ വന്ന കമൻറ്റാണ്, എങ്ങനെ നടന്ന ഒരാളാണ് ഇപ്പം പൈസയുടെ ആഹാരം. ഒരിക്കലുമല്ല പൈസയുടെ അഹങ്കാരം എന്ന് പറഞ്ഞ്, ഒരിക്കലുമല്ല. പൈസയുടെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ വളർന്നിട്ടില്ല. പിന്നെ ഒരിക്കലും പൈസ വെച്ചിട്ട് ഞാൻ അഹങ്കാരം കാണിക്കാനും പോലില്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഒന്നും കൊയ്ത്ത് വാരുന്നില്ല ഗൈസ് ഞാൻ. സോ എന്താ പറയുക, അപ്പം അങ്ങനെ കമൻറ്റ് ഇടുന്നവരടുത്ത് എന്നാൽ അവരുടെ മെൻറ്റാലിറ്റി അതാണ്. അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അച്ഛനും അമ്മയും പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, അവർക്ക് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കീറിയയും നരച്ചതും അല്ലെങ്കിൽ കരിമ്പേനെ കടിച്ച ഡ്രസ്സ്, നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ വലിയ ജമ്മീരെ മുമ്പിൽ അടിയാന്മാർ നിൽക്കത്തില്ല, അതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണമെന്നാണ് മിക്കുള്ളവർ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ളവർ. എല്ലാവർക്കും ഇവിടെ ഒരേ വേണം. നിങ്ങൾ റിച്ചായിട്ട് ജനിച്ചില്ല എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ ഇല്ലയെന്ന് പറയാൻ നിങ്ങളെ കുറ്റമല്ല. പക്ഷെ നിങ്ങൾ റിച്ചായിട്ട് മരിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പൈസ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങളുടെ പ്രശ്നം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇത് ഞാൻ വിചാരിക്കുന്ന തെറ്റാണെന്നോ എനിക്കറിഞ്ഞില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പൈസ ഇല്ലെങ്കിൽ ഓക്കെ, അതെൻ്റെ ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് സ്വന്തം കാര്യം നോക്കാൻ എനിക്കൊരു വരുമാനം ഉണ്ടാവണം എന്നുള്ളത് എൻ്റേതാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു വരട്ട്. കാരണം നമ്മളെ സമൂഹത്തിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൈസ, നമ്മളെ അച്ഛനമ്മയ്ക്കും പൈസ നമ്മൾ കീറിയൊക്കെ ഉടുപ്പണമെന്ന് ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ്, നിങ്ങളെ മാത്രം അവകാശമാണ്. പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ജീൻസ് ഇട്ടുകൂടാ, അങ്ങനെ ഒന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് തരുമ്പോൾ നിങ്ങൾ നല്ല കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ജീൻസ് എടുക്കുക, മെയിനായിട്ടും എപ്പോഴും യൂസ് ചെയ്യാൻ കണക്കിലൊരു ജീൻസ് എടുക്കുക, കുഞ്ഞു ക്രോപ്പ് ടോപ്സോ അല്ലെങ്കിൽ നല്ല നല്ല ടോപ്പുകളോ എടുത്ത് വയ്ക്കുക. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പം നമുക്ക് 150-200 മീഷോയിലൊക്കെ എന്ത് അടിപൊളി ഡ്രസ്സ് കിട്ടും. ഞാൻ പറഞ്ഞൊന്നുമില്ല, ഇപ്പോഴാണ് എനിക്ക് കമൻറ്റ് ഓർമ്മ വന്നത്. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. നോക്കണമെങ്കിൽ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. എനിക്ക് താമരപ്പൂവാണ് എൻ്റെ മെയിൻ പ്രിൻ്റായിട്ട് വരുന്നത്. അതായത് ഈ താമര ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഗൈസ്. സത്യം പറയാലോ, നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. ചെക്ക് ചെയ്തോ, നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. എനിക്കൊരു ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു കുർത്തി വിത്ത് ട്രൗസർ, ഒരു കുർത്ത സെറ്റാണ്. ഒരു കുത്ത ഉണ്ട്, പിന്നെ ഒരു ട്രൗസർ ഉണ്ട്, പിന്നെ ഒരു ദുപ്പട്ടയുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ട്. സ്ലീവ്ലെസ് ആണ്, സ്ലീവ്സ് ഇതിൽ അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാനത് കൊണ്ടുപോയി ഇളക്കി കളഞ്ഞു ഗായ്സ്. കാരണം എനിക്ക് സ്ലീവ്ലെസ് ആണ്, ഞാൻ കണ്ടപ്പോൾ എനിക്ക് സ്ലീവ്ലെസ് ആണ് ഇഷ്ടപ്പെട്ടത്. എനിക്കിത് ഇഷ്ടപ്പെട്ട ഈ ഒരു ബ്ലൂയിൽ കുറച്ച് റെഡും ഒക്കെ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു നോർമൽ കുർത്തയാണ്. ആൻഡ് നെക്ക് ഒന്നും ഭയങ്കര ഡീപ്പൊന്നുമല്ല, ഒരു റൗണ്ട് നൈസ് നെക്കാണ്. നമ്മുടെ ക്ലീവേജോ പോർഷനോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. ആൻഡ് എഗെയിൻ ദ പാൻസ് വന്നിട്ട് ട്രൗസർ ഒന്ന് നോക്കുകയാണെങ്കിൽ സെയിം പ്രിൻ്റാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കൊരു കോട്ട് സെറ്റ് പോലെ തോന്നുന്നു, ലൈക്ക് സെയിം ആണ്. ആൻഡ് ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800 റുപ്പീസാണ്. 800 റുപ്പീസിന് വർത്താണോ ചോദിച്ചാൽ സീരിയസ്ലി നമുക്കിതൊരു 500-600 ആ ഒരു റേഞ്ചിൽ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇരുന്നാണ്. കാരണം ഇത്രയും രൂപയ്ക്ക് ഇത് വർത്താണോ ചോദിച്ചാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. 800 രൂപയ്ക്ക് ഇതൊരു അത്രയും ഭയങ്കര കിടിലം സെറ്റപ്പ് ഒന്നും അല്ല.
ഓക്കെ ഗൈസ്. പക്ഷെ നമ്മൾ തുണിയെടുത്ത് തയ്ക്കാൻ ഇപ്പം ഇത് കണക്കത്തെ തുണിയെടുത്ത് നമുക്ക് തയ്ക്കാൻ പറ്റും. തുണിയെടുത്താലും ഇതിപ്പം മീറ്റർ 100 120 രൂപ 250 പാൻറ്റിനെല്ലാം കൂടെ ഒരു 500 ആവും. പക്ഷെ ഷോളിന് കുഴപ്പമില്ല, വേർത്താണ്, ഇറ്റ്സ് ഓക്കെയാണ്. കാരണം ഇപ്പം തയ്ക്കാൻ നമ്മൾ പുറത്ത് കൊടുക്കേണ്ടി വന്നാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. തയ്യാനൊക്കെ ഭയങ്കര റേറ്റാണ്. സോ ഇതാണ് നമ്മുടെ ഷോൾ. ദുപ്പട്ട വന്നിട്ട് നമ്മുടെ എൻഡിൽ ഇതേപോലെ ഗോൾഡൻ ഒരു ഇത് വരുന്നുണ്ട്, ഷെയ്ഡ് വരുന്നുണ്ട്. സൈഡ്സിലൊന്നുമില്ല, 2 തുമ്പിൽ മാത്രമേ ഉള്ളൂ. ബ്രൗൺ കളറിൽ ദുപ്പട്ടയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാനൊരു ദുപ്പട്ട ലവർ അല്ല ഗൈസ്. കാരണം എന്താണെന്നറിയോ, എനിക്കിഷ്ടമല്ല. എനിക്ക് ഈ ഷോളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ട് ഞാൻ ഭയങ്കര മൊണ്ടി അടിച്ചിരിക്കും. എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം. എപ്പോഴും ഭയങ്കര കംഫർട്ടബിൾ, എനിക്ക് ഭയങ്കര കംഫി ആയിട്ട് ഫീൽ ചെയ്യണം. എങ്കിലും എനിക്ക് നമ്മൾ ഈ ചെയ്യണ കാര്യങ്ങൾ നമുക്ക് സറൗണ്ടിങ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പക്ഷേ ഈ ദുപ്പട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റും സിമ്പിൾ ദുപ്പട്ടയാണ്. സോ ഇത് അടിപൊളിയാണ് ഗൈസ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 809 ആണ്, 809 രൂപയാണ്. 809 രൂപയ്ക്ക് വേർത്താണ് എന്ന് ചോദിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനകത്തെ തുണി എടുത്ത് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തയ്യൽ അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് ലാഭിക്കാം. ഇല്ല പക്ഷെ എന്നാലും വലിയ റേഞ്ച് കൂടിപ്പോൾ ഒരു 120 രൂപയൊക്കെ ഡിഫറൻസേ വരുള്ളൂ. ഇല്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഗൈസ് ഇതാണ് ബെറ്റർ ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പിങ്കും ഗ്രീനും കൂടെ ഫ്യൂഷൻ വരുന്ന ഒരു എന്താ പറയുക, ഒരു അനാർക്കലി കുർത്തയാണ്. കോട്ടൺ ആണ് വരുന്നത്. ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. അതായത് എനിക്ക് ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ 2 അറ്റത്ത് എൻ്റെ അറ്റത്ത് 2 ഇതേപോലത്തെ നമ്മുടെ ബ്രാഡയൊക്കെ ഹൂക്കില്ലേ, സെയിം ആ ഒരു ഹൂക്ക് പാറ്റേൺ ആണ് വരുന്നത്. ആൻഡ് ബാക്കിൽ വന്നിട്ട് ഇതേപോലെ തുഞ്ചലം പോലെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1500 ആണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ്. ഞാൻ വാങ്ങിയ സമയത്ത് 1403, അതായത് 1403 രൂപയായിരുന്നു. ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1513 രൂപയാണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോട്ടൺ ആണ്, ഭയങ്കര കംഫർട്ടാണ്, സൂപ്പറാണ്. നിങ്ങൾക്ക് കല്യാണമൊക്കെ വരുമ്പോൾ ഇട്ടുണ്ടോ? ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, ഫ്രണ്ടിൻ്റെ ഫംഗ്ഷൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡെലിവറി ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. നെക്കിൻ്റെ അവിടെ വന്നിട്ട് കണ്ട ഫുള്ള് ഒരു ഗോൾഡ് ഒരു കുഞ്ഞ് ലേസ് പോലെ ഒരു വർക്കുണ്ട്, ഒരു കുഞ്ഞ് വർക്കുണ്ട്. ആക്ച്വലി ഇത് ഭയങ്കര ലൂസാണ്. എനിക്ക് ലൂസെന്ന് വെച്ചാൽ ഗൈസ്, ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ ഈ അനാർക്കലിയുടെ നമ്മുടെ ഈ താഴോട്ടുള്ള പ്ലീറ്റ് വരണം, നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ബെസ്റ്റ് പോർഷൻ്റെ അവിടെ നിന്ന് വരുന്നതാണ് ബെറ്റർ. പക്ഷേ ഇതെനിക്ക് ഇളിക്കും താഴെയാണ് ഗൈസ്, ഇളിയുടെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കത് വൃത്തികേടാണ്. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി ഇത് കട്ട് ചെയ്ത് കുറച്ച് മുകളിലോട്ട് വെച്ച് തച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് സൂപ്പർ, ഇട്ട് കാണാനുണ്ടല്ലോ, ഈ ഒരു കളർ പാറ്റേൺ തന്നെ നല്ല രസമുണ്ട്, ഇട്ട് കാണാൻ തന്നെ അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട്. ഇത്രയേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഈ ഒരു, എനിക്ക് കളറും പാറ്റേണും ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആൻഡ് എഗെയിൻ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയുണ്ട് ഗൈസ്. ദുപ്പട്ട വന്നിട്ട് ഒരു ഗ്രീൻ ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ അവിടെ ഇതേപോലെ ഒരു ഗോൾഡൻ ഒരു എന്താ പറയുക, ഒരു മൊണാൾട്ട് അവർ കാണിച്ചിട്ടുണ്ട്, ഗോൾഡൻ മൊണാൾട്ട്. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് മൊണാൾട്ട് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം. എന്തൊരു മൊണാൾട്ടല്ലേ അവള്, സൂപ്പർ മൊണാൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുള്ള. അതിന് നിങ്ങൾ ചോദിക്കൂലേ, അതാണൊക്കെ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മൊണാൾട്ട്. ഇത് എൻ്റെ എല്ലാ പുട്ടുക്കുച്ചിയുടെ മൊണാൾട്ട് ഞാൻ കോപ്പി അടിച്ചാണ്. എനിക്ക് അവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ കൂടുതൽ പറയുന്ന സംസാരമാണ് മൊണാൾട്ട്. അപ്പം എനിക്കിപ്പം നാക്കിൽ എപ്പോഴും വരും. ഇപ്പം എൻ്റെ അമ്മയ്ക്കും വരും. ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും, അമ്മ എന്തൊരു മൊണാൾട്ടി പെണ്ണ് എന്ന് പറയും ഗൈസ്. സോ ഇതാണ് ഈ ദുപ്പട്ട വന്നിട്ട് ഷിഫോൺ ദുപ്പട്ടയാണ്. ആക്ച്വലി ഇതും ദുപ്പട്ട കൂടെ ആക്ച്വലി ഞാൻ ഫംഗ്ഷനിൽ ഞാൻ പൊളിക്കാറില്ലായിരുന്നു, പക്ഷെ പണ്ടാരം എനിക്ക് ലേറ്റായിട്ടാണ് വന്നത്. സോ ഇത് എനിക്കിത് ഇഷ്ടപ്പെട്ട്, സത്യം പറയാമല്ലോ സൂപ്പർ. നിങ്ങൾ കല്യാണം എന്തെങ്കിലും കല്യാണമോ എൻഗേജ്മെൻറ്റോ എല്ലാം വന്ന് എടുത്തു. കാരണം പിന്നെ ഇപ്പം എടുത്തു വെച്ചു, അമ്പലത്തിലൊക്കെ ഉത്സവ സമയമൊക്കെ വരെയാണ്. പിന്നെ നിങ്ങൾക്ക് ഉത്സവമൊക്കെ കാണാൻ പോകുമ്പോൾ ഇട്ട് കിടന്ന് മൊണാൾട്ടടിക്കാൻ ഗൈസ് 10 പേരൊക്കെ അങ്ങോട്ട് നോക്കട്ടെ, അല്ലെങ്കിൽ അമ്പലപ്പറമ്പിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങ് നോക്കട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നോക്കുന്നതിൽ. ഓക്കെ ഗൈസ്. സോ ഗൈസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് ലുലുന്ന് എടുത്തിട്ടുള്ളൊരു ചിക്കൻ കാരി കുർത്തയാണ്. ആൾക്കാരൊക്കെ എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ കാരി കുർത്ത എന്താ, ചിക്കൻ്റെ കാലുണ്ടാ, എന്തൊക്കെയോ ഡയലോഗുകളുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ലക്നൗവിലുള്ളൊരു അവർ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ഒരു കുർത്തയാണ്. പക്ഷെ അതല്ല ഇത് ഗൈസ്, കാരണം അത് നല്ല റേറ്റാണ്, 3000 4000 റേറ്റൊക്കെ വരും. പക്ഷേ ഇത് 1200 രൂപയ്ക്ക് അതിൻ്റെ ഡൂപ്പ് കുർത്തയാണ്. അത്രയും ഇല്ലെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള റാണി പിങ്ക് വരുന്ന ഒരു കുർത്തയാണ്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ്
നെക്ക് വന്നിട്ട് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് തോന്നുന്നു കളർ പോകാൻ ചാൻസ് ഉണ്ടോ തോന്നുന്നു. ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ, കാരണം ഇതെനിക്ക് കുറച്ച് ലൂസാണ് ബാക്ക് പോർഷൻ വന്നിട്ട്. അപ്പോൾ എനിക്കിനി കുറച്ച് അഴിച്ച് പണികളൊക്കെ ഉണ്ട്, തയ്ച്ചാലേ ഒന്ന് ശരിയാവുള്ളൂ. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റാണി പിങ്ക് ഫേസ് ഭയങ്കര ബ്രൈറ്റൻ ആക്കുന്ന ഒരു ഷെയ്ഡാണ്. എന്താ നമ്മുടേതാ ഇതിങ്ങനെ ഇരിക്കും, എവിടെ ലൈക്ക് ദിസ് ഇങ്ങനെ ഇരിക്കും, കണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ നൂല് കുറച്ചൊക്കെ പിന്നെ ഇരിപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ റാണി പിങ്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിട്ടാണ് ഇനി ഞാൻ മൊണാൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഓക്കെ, എനിക്കറിയത്തില്ല, ചില സമയത്തുണ്ടല്ലോ എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ എഴുതിയേക്കല്ലേ ഇതിനേക്കാളും കുറേ നല്ല രീതിക്ക് കണ്ണൊക്കെ എഴുതി എനിക്ക് ഭയങ്കര മറ്റേ എയ്സ്തെറ്റിക് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ ലുക്കൊക്കെ പഠിക്കാൻ തോന്നും ചില സമയത്ത് എനിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്ന പേക്കോലം പോലെ എങ്ങോട്ടേലും ഇറങ്ങിപ്പോകാൻ തോന്നും. സത്യം പറയല്ലേ, എനിക്ക് പേടിയാണ്. എനിക്ക് ഒരിക്കലും നമ്മുടെ കുറച്ച് പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ബന്ധുക്കൾ ആരാണ്ട് എഴുന്നില്ല, നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എന്താ പറയുക, എനിക്ക് കണ്ണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിറങ്ങി ഇങ്ങനെയൊക്കെ നോക്കും. ഞാൻ ലിപ്സ്റ്റിക് ഇല്ലാതെ ആരും നോക്കാറില്ല മുഖത്ത്. പിന്നെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ് നാട്ടിക്കരുത്, ഒരു കയ്യബദ്ധം, ഇനി ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ കുളിച്ച പാതി കുളിക്കാത്ത പാതി വൃത്തിയിട്ട ഒരു രീതിയിൽ ഞാൻ നിന്നു ഗൈസ്. എന്നെ വെച്ച് അവരെല്ലാം കൂടെ എന്നെ ചീത്ത വിളിക്കണം. അതിനുശേഷം നേരത്തെ ഞാനൊരു പിങ്ക് ഗ്രീൻ ഒരു അനാർക്കലി ഉണ്ടില്ലേ, അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം അന്ന് എനിക്കത് ലേറ്റായിട്ടാണ് ഡെലിവറി. അപ്പം ഞാൻ പിന്നെ ഇതെടുത്തു. ഇത് ആമസോണിൽ നിന്ന് എടുത്തതാണ്. ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ പിറ്റേ ഞാൻ തിങ്കളാഴ്ച ഓർഡർ ചെയ്താൽ ബുധനാഴ്ച എനിക്ക് കിട്ടി. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 600 ആണ്. ഇപ്പം കണ്ട് ഞാൻ വാങ്ങിച്ച സമയത്ത് 514 ആയിട്ടുള്ളൂ. ഇതൊരു കുർത്ത പാൻ വിത്ത് ദുപ്പട്ടയാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോട്ടൺ അല്ല വരുന്നത്, ഒരു വിസ്കസ് റയോൺ ആണ് വരുന്നത്. പക്ഷേ നമ്മൾ വീർത്ത് നമ്മൾ രണ്ടാറാംസിൽ സ്മെല്ലൊന്നുമില്ലായിരുന്നു. ഇതാണ് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ ആഴ്ചയിൽ അമ്പലത്തിൽ പോകണ ആ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവ്സ് വന്നിട്ട് ഇത്ര സ്ലീവ്സാണ് വരുന്നത്, 3/4 സ്ലീവ്സിൻ്റെ ഇവിടെയൊക്കെ കുഞ്ഞു ഗോൾഡൻ പ്രിൻ്റ് ഒക്കെ ഉണ്ട്, സ്ട്രൈപ്ഡ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കോംപ്ലിമെൻറ്റ് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. ആൻഡ് ഇതിനകത്ത് നെക്സ്റ്റ് ട്രൗസേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ട്രൗസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ നമ്മുടെ നേവി ബ്ലൂ കളർ ട്രൗസറാണ് വരുന്നത്. എനിക്ക് നല്ല ലൂസായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സൈഡ് കണ്ടിച്ചത് ആ ഒരു വള്ളി ഇട്ട്, അമ്മേൻ്റെ അടിപ്പാവാടയുടെ വള്ളിയാണ് ഇട്ടത്. സോ ഇതാണ് നമ്മുടെ പാൻസ് വന്നിട്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വരുന്നത്. സോ സൂപ്പറാണ്. ദുപ്പട്ട വന്നിട്ട് ഇതാണ് ദുപ്പട്ട. പക്ഷേ എനിക്ക് ഇച്ചിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്തു, കാരണം എനിക്ക് ഷിഫോണേ പറ്റത്തുള്ളൂ ദുപ്പട്ട. ഇത് ഷിഫോൺ അല്ല, ഇത് ഇച്ചിരി ഒരു വല്ലാത്തൊരു മുടന്ത തുണിയാണ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസമുണ്ട് ഈ സെറ്റോടെ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന. ബൈ ബൈ.